എല്ലാ ബേത്ലഹേം TV പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവകരുണയുടെ മഹാത്ഭുതം. ഏപ്രിൽ 12 2026 രണ്ട് തിരുനാളുകൾ ഒരുമിച്ച് വരികയാണ്. പുതുഞായറും ദൈവകരുണയുടെ തിരുനാളും. ദൈവകരുണയുടെ തിരുനാളിൽ മാർപ്പാപ്പ പ്രത്യേകമായ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസം അനേകർക്ക് അവരുടെ പാപകടങ്ങൾക്ക് മോചനം നേടുവാൻ സഭ അവസരം ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ട് തിരുനാളുകൾ ഒരുമിച്ച് വരുമ്പോൾ പരമ്പരാഗതമായി തോമാശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക്, മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നു. കാരണം അവർ പരമ്പരാഗതമായി ആഘോഷിച്ചിരുന്ന പുതുഞായറിന് പകരമാണോ ദൈവകരുണയുടെ ഈ തിരുനാൾ? ഇനി ഏത് തിരുനാളാണ് ആഘോഷിക്കേണ്ടത്? ഇനി പുതുഞായർ ആഘോഷിക്കേണ്ടതില്ലയോ? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അടുത്തയിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രണ്ട് തിരുനാളുകളുടെയും ബൈബിൾ പശ്ചാത്തലവും സഭയുടെ പ്രബോധനത്തെ അടിസ്ഥാനത്തിലുമുള്ള ഒരു താരതമ്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ദൈവകരുണയുടെ തിരുനാൾ വിശുദ്ധ ഫൗസ്തീനായ്ക്ക് കർത്താവ് കൊടുത്ത ചില പ്രത്യക്ഷീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 23 അപ്പാരിഷൻസ് അഥവാ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവകരുണയെപ്പറ്റി. അതിൽ 49ാമത്തെ നമ്പർ 1931 രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: I desire that there be a feast of mercy. I want this image which you will paint with a brush to be solemnly blessed on the first Sunday after Easter. That Sunday is to be feast of mercy. അതായത് ഈശോ പറയുന്നത്, സിസ്റ്റർ ഫൗസ്തീനായ്ക്ക് ഈശോ കാണിച്ചു കൊടുത്ത ചിത്രം സിസ്റ്റർ ഒരു ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്ത് വെക്കുന്നു. ആ ചിത്രം ഉയർപ്പിന്റെ അടുത്ത ഞായറാഴ്ച ആശീർവദിച്ച് ദൈവകരുണയുടെ ഞായറായി ആ ഞായർ പ്രഖ്യാപിക്കപ്പെടണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നതായിട്ടാണ്. ഈ സംഭവം നടന്നതിന് ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം, അതായത് 2000 ആണ്ടിൽ വിശുദ്ധ ഫൗസ്തീനായുടെ നാമകരണ തിരുനാൾ ദിവസം ജോൺ പോൾ II മാർപ്പാപ്പ അന്ന് ഈശോ സിസ്റ്റർ ഫൗസ്തീനായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം പൂർത്തീകരിച്ചു. ഓൺ ദി സെക്കൻഡ് സൺഡേ ഓഫ് ഈസ്റ്റർ ഓഫ് ജൂബിലി ഇയർ 2000 അറ്റ് ദി മാസ് for the canonization of Saint Faustina, Pope John Paul II declared the Sunday after Easter to be called Divine Mercy. അങ്ങനെ 2000 ആണ്ട് ജൂബിലി വർഷത്തിലെ ഈസ്റ്ററിന്റെ അടുത്ത ഞായറാഴ്ച വിശുദ്ധ ഫൗസ്തീനായുടെ നാമകരണ ദിവസം ജോൺ പോൾ II മാർപ്പാപ്പ ഈസ്റ്ററിന് പിറ്റേ വരുന്ന ഞായറാഴ്ചയെ ദൈവകരുണയുടെ ഞായറാഴ്ചയായി പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ കരുണ എപ്പോഴും മനുഷ്യനെ അവന്റെ പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് പഴയ നിയമം മുതലേ നമുക്ക് കാണാവുന്നതാണ്. പാപത്തിൽ വീണ മനുഷ്യനെ ദൈവം നിത്യനാശത്തിലേക്ക് വിട്ടുകൊടുത്തില്ല. പിന്നെയോ അവന് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള പാപ നിവാരണ മാർഗങ്ങൾ, ബലികളും കാഴ്ചകളും ഒക്കെ ദൈവം കൽപ്പിച്ചരുളി. അതിലൂടെ അവർക്ക് പാപമോചനം ലഭിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ പേരാണ് കരുണ. ഇനിയും പുതുഞായറിനെ പറ്റി പറയുമ്പോൾ കർത്താവിൻ്റെ 4 പ്രധാന തിരുനാളിൽ ഒരു തിരുനാളാണ് പുതുഞായർ. കർത്താവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ പിറവി തിരുനാൾ, വീടാനുഭവ വെള്ളി, ഉയർപ്പ് ഞായർ, പുതുഞായർ. മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിലുള്ള പള്ളികളിലെ പുതുഞായറാണ് അവരുടെ ഇടവക തിരുനാൾ ദിവസം. ഈ പുതുഞായർ ഏത് ദിവസമായിരുന്നു? ഉയർപ്പിന്റെ അന്ന് തന്നെ വൈകിട്ട് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. തൻ്റെ മുറിവേറ്റ കരങ്ങളും പാർശ്വവും അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാപം മൂലം ആത്മീയ മരണത്തിൽ കിടന്ന മനുഷ്യവംശത്തിന് വീണ്ടും ജീവൻ ഊതിക്കൊണ്ട് ദൈവം അവർക്ക് പാപമോചനം നൽകുകയും അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിവേശിപ്പിച്ച് അവരെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഈ സംഭവം നടക്കുമ്പോൾ തോമാശ്ലീഹ അവരുടെ കൂടെയില്ല. ഈ വിവരം അറിഞ്ഞ തോമാശ്ലീഹ പറഞ്ഞു, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ വയ്ക്കുകയും അവൻ്റെ പാർശ്വത്തിൽ ഞാൻ കൈകൾ വയ്ക്കുകയും ചെയ്യാതെ അവന് ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. 8 ദിവസത്തിന് ശേഷം, അതാണ് പുതുഞായർ, ഈസ്റ്ററിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച, ഈശോ വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാശ്ലീഹ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. തോമാശ്ലീഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തോമ, എൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ നീ കാണുക, നിന്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. തോമാശ്ലീഹ അപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനമായിരുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം എന്താണ്? ഉച്ചിതനായ ഈശോയെ കണ്ട മഗ്ദലന മറിയം പറഞ്ഞു, റബ്ബോയി, ഞങ്ങളുടെ ഗുരു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരും ഈശോയെ കണ്ടു.
പക്ഷേ അവർ അവനെ വഴിപോക്കനായിട്ടാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ തോമാസ് ലീഹ ഉത്ഥിതനായ ഈശോയെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അതായത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉത്ഥിതനായ ഈശോ മോശയ്ക്ക് മുൾപ്പറമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവമായ കർത്താവാണെന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ലീഹ നടത്തിയത്. ഈ പ്രഖ്യാപനം സഭയുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. ആ പ്രഖ്യാപനത്തിലൂടെ തോമാസ് ലീഹ കർത്താവിനെ ഏറ്റുപറഞ്ഞതിൻ്റെ ഓർമ്മയാണ് പുതുഞായർ തിരുനാൾ. ദൈവകൃപ നമ്മൾക്ക് മാനവരാശിക്ക് ലഭിച്ചതിൻ്റെ ഓർമ്മയാചരണമാണ്. ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടത് ഈശോയുടെ കുരിശുമരണ ഉത്ഥാനത്തിലൂടെയാണ്. എന്താണ് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പറഞ്ഞത്? പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം. അങ്ങനെ സർവ്വ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോ ദൈവമായ കർത്താവാണെന്ന് തോമാസ് ലീഹ പ്രഖ്യാപിക്കുന്നത് വഴി ദൈവമായ കർത്താവെന്ന നാമം യുഗയുഗാന്തരങ്ങളിലേക്കും നിലനിൽക്കുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ഇനിയും ദൈവം എങ്ങനെയാണ് തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നമുക്കൊന്ന് കാണാം. ദൈവത്തിൻ്റെ കരുണ എന്താണ്, കൃപ എന്താണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5-ാം വാക്യം. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവെന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് 6-7 വാക്യങ്ങൾ. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറകളോളം ശിക്ഷിക്കുന്നവൻ. ഇവിടെ മുകളിൽ പറയുന്നുണ്ട് കാരുണ്യവാനും കൃപാനിധിയായ ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. കരുണയുള്ള ദൈവം പാപം ചെയ്ത മനുഷ്യനെ നിത്യനാശത്തിലേക്ക് വിട്ടയക്കുന്നില്ല, അവനെ അവിടുന്ന് രക്ഷിക്കുകയാണ്. എന്നാൽ അതേസമയം വീണ്ടും പറയുന്നു, കുറ്റവാളികൾ നേരെ കണ്ണടയ്ക്കാതെ 3-4 തലമുറകൾ വരെ ശിക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ദൈവം പാപം ക്ഷമിക്കുക? കാരണം ദൈവം പാപം മോചനം നേടുവാൻ ഇസ്രായേൽ ജനത്തിന് ബലികൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ലേവിയുടെ പുസ്തകം 3-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ നമുക്ക് കാണാൻ പറ്റും. പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി, സമാധാന ബലി. ഈ ബലിയിലൂടെ മൃഗങ്ങളെ കൊന്ന് ബലിയർപ്പിക്കുന്നു. പാപം മരണമാണ്. മരണം ഭവിച്ച മനുഷ്യന് ജീവൻ ലഭിക്കാൻ വേണ്ടി, ആത്മീയ ജീവൻ ലഭിക്കാൻ വേണ്ടി മൃഗങ്ങളുടെ ജീവൻ ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്നു. ഇതായിരുന്നു പാപമോചനത്തിന് വേണ്ടി ദൈവം അവർക്ക് കൽപ്പിച്ച് നൽകിയ മാർഗങ്ങൾ. അവിടെ ബലിമൃഗത്തിൻ്റെ മാംസം അവർ ഭക്ഷിക്കും, രക്തം ബലിപീഠത്തിൽ ഒഴുക്കും. അങ്ങനെ മാംസരക്തങ്ങളിലൂടെ അവർക്ക് പാപമോചനം ലഭിച്ചിരുന്നു. ഇതുപോലെയാണ് ദൈവം തൻ്റെ കരുണ അവർക്ക് കാണിച്ചു കൊടുത്തത്. ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് കരുണ. എന്നാൽ എപ്രകാരമാണ് കൃപയെന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈകൊടുത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും. ഇവിടെ ദൈവം പാപമോചനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പക്ഷത്തു നിന്ന് ഒരു കർമ്മങ്ങളും ആഗ്രഹിക്കുന്നില്ല. എല്ലാം ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ മോചിപ്പിക്കും, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ സ്വന്തം ജനമായി സ്വീകരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഇതല്ല ഐ വിൽ ഐ വിൽ ഐ വിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നുള്ള മോചനം മാനവരാശിയുടെ പാപമോചനത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു. ഈ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെയാണ്. ആ കുരിശുമരണ ഉത്ഥാനത്തിന് ശേഷം
ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നിവേശിച്ചപ്പോഴാണ് ഈ രക്ഷ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ആ പൂർണ്ണതയിലെ തിരുനാളിനോട് ചേർന്ന് തന്നെയാണ് തോമാശ്ലീഹായുടെ ഈ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. അതായത് പുതുഞായർ ദൈവകൃപയുടെ തിരുനാളാണ്. ഇനിയും ഈ കാരുണ്യവാനായ ദൈവത്തിൻ്റെയും കൃപാനിധിയായ ദൈവത്തിൻ്റെയും പ്രവർത്തനങ്ങളെ വളരെ ചുരുക്കി നമുക്കൊന്ന് താരതമ്യപ്പെടുത്താം. കാരുണ്യവാനായ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള പാപപരിഹാര മാർഗത്തിലൂടെ തന്നിലേക്ക് തിരിയുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. ഇങ്ങനെ പാപം ക്ഷമിക്കുന്നുവെങ്കിലും മനുഷ്യൻ ഒരു സൃഷ്ടിയായ മനുഷ്യൻ മാത്രമായി നിലകൊള്ളുന്നു. എന്നാൽ കൃപാനിധിയായ ദൈവം എന്താണ്? ദൈവം തൻ്റെ തീരുമാനത്താൽ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ തൻ്റെ ജീവനിൽ പങ്കാളികളാക്കി ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു. അതായത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെ അത് മുന്നാസ്വാദനമായി നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അവ പൂർത്തീകരിക്കുമ്പോൾ മനുഷ്യർ ഇനിയും കേവലം സൃഷ്ടിയായ മനുഷ്യനല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ പാപത്തെ അതിജീവിച്ച് ജീവിക്കുവാൻ ശക്തിയുള്ള ദൈവ സ്വഭാവമുള്ള മനുഷ്യരായി മാറുകയാണ്. ഈ മാറ്റമാണ് കൃപ. ആ കൃപയുടെ തിരുനാളാണ് പുതുഞായർ. ഇനിയും ഈ വിഷയങ്ങളെപ്പറ്റി സഭ എന്താണ് പഠിപ്പിക്കുക? പരസ്യ വെളിപാടും വിശ്വാസവും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 66. ക്രൈസ്തവ രക്ഷാപദ്ധതി നവീനവും അന്ത്യവുമായ ഉടമ്പടിയാകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുമ്പായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതുമില്ല. വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും അത് മുഴുവൻ പൂർണ്ണമായി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളുടെ ക്രമശഃ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെയും പൂർത്തീകരിക്കപ്പെട്ടു. അതിന് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. അതിനുവേണ്ടി ഇനി ഒരു വെളിപാടും ആവശ്യമില്ല. ഇതാണ് സഭയുടെ നിലപാട്. എന്നാൽ 2000 വർഷം മുമ്പ് പൂർത്തിയാക്കപ്പെട്ട ആ രക്ഷാകര പദ്ധതി ഓരോ തലമുറയോടും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകണം. 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരോട് ഈ രക്ഷാകര പദ്ധതി വിവരിക്കുന്ന അതേ രീതിയിൽ ഇന്നത്തെ തലമുറയോട് അത് വിവരിച്ചാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതാണ് സഭയുടെ ദൗത്യം. ഇനിയും CCC 73 സ്വന്തം ഏകജാതനെ അയച്ചുകൊണ്ട് ദൈവം തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി. ഈ പുത്രനിൽ ദൈവം തൻ്റെ ഉടമ്പടി എന്നേക്കുമായി ഉറപ്പിക്കുകയും ചെയ്തു. ഈ പുത്രൻ പിതാവിൻ്റെ അന്തിമ വചനമാണ്. തന്നിമിത്തം അവന് ശേഷം ഇനി വേറൊരു വെളിപാടുണ്ടായിരിക്കുകയില്ല. അതായത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇനി ഒരു വെളിപാടിനെയും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല, ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ലഭിച്ചത് സ്വകാര്യ വെളിപാടാണ്. ഈ സ്വകാര്യ വെളിപാടിനെ പറ്റിയും സഭയുടെ പ്രബോധനമുണ്ട്. CCC 67 വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭയുടെ അധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. പ്രസ്തുത വെളിപാടുകളുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല. പ്രസ്തുത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാൻ സഹായിക്കുന്നതാണ്. അതായത് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ലഭിച്ച ആ വെളിപാട് സഭ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. സഭയുടെ വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ വെളിപ്പെട്ട കൃപയാണ്. അതിനപ്പുറത്തേക്ക് സഭയ്ക്ക് വിശ്വാസത്തിനായി മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്വകാര്യ വെളിപാടുകൾ സഭ എന്തിനാണ് അംഗീകരിച്ച്? ഈ വെളിപാടുകളിലൂടെ മനുഷ്യർ ക്രിസ്തുവിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും ആ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ മാർഗത്തിൽ ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി മാത്രമാണ്. മറിച്ച് സ്വകാര്യ വെളിപാടുകൾ പിന്നാലെ പോയി അവയിലൂടെ എന്തെങ്കിലും പുതിയ രക്ഷാമാർഗം കണ്ടുപിടിക്കുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യമല്ല. തുടർന്ന് 67 ഭാഗം തന്നെ തുടർന്ന് നമുക്ക് വായിക്കാം. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണത്തെ മറികടക്കുന്നതെന്നോ തിരുത്തപ്പെടുന്നതെന്നോ നടിക്കുന്ന വെളിപാടുകളെ അംഗീകരിക്കുവാൻ ക്രൈസ്തവ വിശ്വാസത്തിന് കഴിയുകയില്ല. അതായത്
ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണത്തിന്റെ ഭാഗമാണ് പുതുഞായർ തിരുനാൾ. അപ്പൊ അതിന് മങ്ങലേൽക്കുന്നതായ ഒന്നും സഭ അംഗീകരിക്കുന്നില്ല എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും മാമോദിസായിലൂടെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ആരാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കുള്ള വില എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. റോമാക്കാരുടെ ലേഖനം 8-15 വാക്യം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രൻ സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലം നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. നോക്കുക, ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. ആ ഈശോ മിശിഹ വിളിച്ച അതേ വാക്ക് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവകാശമുള്ളവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. ഇനിയും 2 Korinthos 13:13, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആശീർവാദം എല്ലാ സഭകളുടെ കുർബാനയിലുമുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയില്ലാത്ത പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗക്കാരും ഈ ആശീർവാദം തന്നെ ആശീർവാദ പ്രാർത്ഥനയെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതേ ആശീർവാദ ഫോർമുലയാണ് എല്ലാ ക്രിസ്ത്യാനികളും ഉപയോഗിക്കുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അത് എപ്രകാരമാണെന്ന് നോക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നിമിഷവും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവും നിത്യതയിലും നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഈ ചുരുക്കത്തിൽ ഈ 2 തിരുനാളുകളെയും പറ്റിയ ഒരു താരതമ്യം. പുതുഞായർ ഉത്ഥിതനായ ഈശോ തോമാസ്ലിയായെ നേരിൽ കണ്ടു. ദൈവകരുണയുടെ തിരുനാൾ യേശുവിൻ്റെ സ്വരം വിശുദ്ധ ഫൗസ്തീന പ്രത്യക്ഷീകരണത്തിലൂടെ ശ്രവിച്ചു. പുതുഞായർ കൃപയുടെ പൂർത്തീകരണമാണ്. കരുണയുടെ തിരുനാൾ കരുണയുടെ വാക്കുകൾ കേട്ട ദിവസമാണ്. പുതുഞായർ നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ ഓർമ്മയാണ്. കരുണയുടെ തിരുനാൾ നമ്മളെ സൃഷ്ടിയായ മനുഷ്യനായി പരിഗണിക്കുന്നു. പുതുഞായർ ബൈബിൾ അധിഷ്ഠിതമാണ്. ദൈവയുടെ തിരുനാളിന് ബൈബിൾ അധിഷ്ഠിതമായ യാതൊന്നുമില്ല. പുതുഞായർ പരസ്യ വെളിപാടിൻ്റെ ഭാഗമാണ്. ദൈവകരുണയുടെ തിരുനാൾ സ്വകാര്യ വെളിപാടിൻ്റെ ഭാഗമാണ്. പുതുഞായർ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. CCC 66. ദൈവകരുണയുടെ തിരുനാൾ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. CCC 67. അവസാനമായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് മനസ്സിൽ കോറിയിടേണ്ട കാര്യമാണ് നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളത്. ഗലാത്യർക്കുള്ള ലേഖനം 4-6 വാക്യം, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് തുല്യനായി ദൈവമക്കളുടെ സ്ഥാനമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവസാനമായി പുതുഞായർ കൃപയുടെ തിരുനാളാണ്. കൃപ നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നു. ദൈവകരുണ ജാതിമത ഭേദമന്യേ ഏത് മനുഷ്യനും ലഭിക്കുന്നു, എങ്കിലും അതവനെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നില്ല. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. 1 Korinthos 13:10. പുതുഞായർ പൂർണ്ണതയുടെ തിരുനാളാണ്. അതിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ, മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കപ്പെടുവാൻ പാടുള്ളതല്ല. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുവാൻ ഈശോ നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.